ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് എന്ന് പറയുമ്പോൾ തന്നെ നിഫ്റ്റി ഫാർമ സെക്ടറാണ് നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നിഫ്റ്റി ഫാർമ സൂചിക 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ 180 പോയിന്റ് അഥവാ 0.95% ഉയർന്നിട്ട് 19,079.3 എന്നൊരു നിലയിലാണ് ഫെബ്രുവരി 19, അതായത് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. നവംബർ 2023 ബ്രേക്ക് ഔട്ടിനെ തുടർന്ന് ഒരു 60% നേട്ടമാണ് വിപണിയിൽ നിഫ്റ്റി ഫാർമ അല്ലെങ്കിൽ ആ ഒരു സൂചിക കൈവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ആന്റി ഡയബറ്റിക് ഡ്രഗ്സിന് ചൈനയിൽ ഒരു അപ്രൂവൽ ലഭിച്ചതിനെ തുടർന്നാണ് ഈ ഒരു മുന്നേറ്റ റാലി ഫാർമ സെക്ടർ പ്രധാനമായിട്ടും ഇന്നലെ കാഴ്ചവെക്കാൻ ഒരു റീസൺ ആയത്. ആന്റി ഡയബറ്റിക് മരുന്നായ മെറ്റ്ഫോമിന്റെ ഹൈഡ്രോക്ലോറൈഡിന് ചൈനയിലെ ഡ്രഗ് സൂപ്പർവൈസർ അംഗീകാരം നൽകിയതിനെ തുടർന്ന് കമ്പനി ഒരു ആഭ്യന്തര വിപണികളെ അറിയിച്ചതിനെ തുടർന്നാണ് മിക്ക ഓഹരികളും ഇന്നലെ ഉയർന്നത്. അതിനാൽ തന്നെ ഫാർമസി ഓഫ് ദി വേൾഡ് എന്ന ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനെ ലോകരാജ്യങ്ങൾ വിളിക്കുന്നത് വെറുതെ അല്ല എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുന്നത്. 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 11,542.45 എന്നൊരു നിലവാരത്തിൽ നിന്നുമാണ് 19,079.3 എന്നൊരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയിരുന്നത്. 1 ഇയർ ചേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 56.64% കാണിക്കുന്നത്. ഇനി കോവിഡ് കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുതിച്ചുയർന്ന ഒരു സൂചിക ഫാർമയായിരുന്നു ആ സമയത്ത്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് തന്നെയാണ്. കാരണം 2020 മാർച്ച് ആദ്യം 7,200 എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം നടത്തിയിരുന്നത് ഈ സെക്ടർ. അന്ന് കോവിഡ് ലോക്ക്ഡൌൺ ആരംഭിച്ച ആ മാർച്ച് മുതൽ മരുന്നുകളുടെ ആവശ്യകതയും പാൻഡമിക് സീസണും എല്ലാം സെക്ടറിന് 2020 മാർച്ച് അവസാനത്തോടെ 9,200 എന്ന നിലവാരത്തിലേക്ക്, അതായത് ഒരു മാസം കൊണ്ട് ഏകദേശം 2000 ബേസിസ് പോയിന്റിന്റെ ഒരു നേട്ടം ആ സെക്ടർ കൈവരിച്ചെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് 2020 അവസാനത്തോടെ 13,500 എന്നൊരു നിലവാരത്തിലേക്കും ഈ ഫാർമ സെക്ടറിന്റെ ആ സൂചികയെ എത്തിച്ചിരുന്നു. അത് ഒരു മിന്നും താരങ്ങളായിരുന്ന ഫാർമ ഓഹരികൾ എന്ന് തന്നെ ആ സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും. പിന്നീട് 2021 അവസാനം 14,600 എന്നൊരു നിലവാരത്തിൽ നിന്നും പൊടുന്നനെയുള്ള ഒരു വീഴ്ചയാണ് സെക്ടറിൽ പ്രകടമായത്. 2023 ഒക്ടോബർ വരെയും 15,000 എന്നൊരു നിലവാരം തൊട്ടില്ല എന്നൊരു യാത്രയിൽ തന്നെയായിരുന്നു. പിന്നീട് നവംബറിൽ 14,800 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയും ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയും പിന്നീട് ഫാർമ സെക്ടറിന്റെ ഒരു തിരിച്ചുവരവ് വളരെ ശക്തമായിട്ട് കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പോരാട്ടമാണ് ഫെബ്രുവരി 19, 2024, അതായത് ഇന്നലെ പുതിയൊരു 52 വീക്ക് ഹൈ ഒരു ഓൾ ടൈം ഹൈ തന്നെ രേഖപ്പെടുത്തി ഫാർമ സൂചിക ഒരു തിരിച്ചുവരവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ബയോകോൺ ലിമിറ്റഡ് ആണ്. ഏകദേശം 4.84% ഒരു നേട്ടമാണ് ബയോകോണിന്റെ ഓഹരികൾ കാഴ്ചവെച്ചിരുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഗ്രാനൂൾസ് ഇന്ത്യ ഏകദേശം 3.75% ഒരു നേട്ടവും, നാറ്റ്കോ ഫാർമ 3.65%, സനോഫി ഇന്ത്യ ലിമിറ്റഡ് 2.78%, ഔറോബിന്ദോ ഫാർമ ഏകദേശം 2% നേട്ടവുമെല്ലാം നൽകിയ ഒരു ശ്രദ്ധേയ മുന്നേറ്റം പ്രകടമാക്കി ഈ ഫാർമേനെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിച്ചത്. ഫാർമ മേഖലയിൽ ഇനിയും ഉയർച്ചയ്ക്ക് ഇടമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫാർമ കമ്പനികൾ ലോകമെമ്പാടും ആവശ്യ മരുന്നുകൾ മിതമായ നിരക്കിലാണ് നൽകുന്നത്. ഇന്ത്യൻ ഫാർമ വ്യവസായത്തിന്റെ നിലവിലെ വിപണി വലുപ്പം ഒരു $50 ബില്യൺ ആണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വികസിതവും വളർന്നു വരുന്നതുമായ വിപണികളിലെ എതിരാളികളെക്കാൾ ഈ കമ്പനികൾക്ക് മത്സരാധിഷ്ഠിത നേട്ടവുമുണ്ട്. USFDA, WHO മാനദണ്ഡങ്ങൾ എന്നിവ അംഗീകരിച്ച സോളിഡ് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളുടെ ലഭ്യത എല്ലാം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വളരെയധികം ഒരു പോസിറ്റീവ് തന്നെയാണ്, ഒരു ഗുണകരം തന്നെയാണ്. വികസിത രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ചെലവ് കുറഞ്ഞ വേജസ് അത് ശരാശരി 60 മുതൽ 70% വരെ കുറവാണ് മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. കുറഞ്ഞ മരുന്ന് ഉൽപാദന ചെലവും ഏകദേശം 40 മുതൽ 70% വരെ കുറവാണ്. ഒപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്കുള്ള ഗവൺമെന്റിന്റെ വകയിരുത്തലും എല്ലാം വളരെയധികം ഒരു പോസിറ്റീവായിട്ട് ഇന്ത്യൻ കമ്പനീസിന് ഗുണം ചെയ്യുന്നുണ്ട്. ഇനി Q3 ബേസിൽ ഈ ഓഹരികൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ടോപ്പ് 3 കമ്പനീസ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൺ ഫാർമ 2023 ഡിസംബർ 31 അവസാനിച്ച 3-ാം പാദത്തില് സൺ ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഏകീകൃത അറ്റാദായം 16.52% വർദ്ധിച്ച് 2,523.8 കോടി രൂപയായിരുന്നു. US ഇന്ത്യ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനവും ആഗോള സ്പെഷ്യാലിറ്റി ബിസിനസ് വിൽപ്പനയും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തിയിരുന്നു. എബിഡ 15.8% വർദ്ധിച്ച് 3,476.8 കോടി രൂപയായിരുന്നു. ഡോക്ടർ റെഡ്ഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഹരികൾ ഫെബ്രുവരി 19 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയത് കാണാം. നൊവാർട്ടിസ് ഇന്ത്യയിലെ നൊവാർട്ടിസ് AGയുടെ ഓഹരികൾ ഏറ്റെടുക്കാനുള്ള മത്സരത്തിലാണ് കമ്പനി എന്നൊരു റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഡോക്ടർ റെഡ്ഡീസിന്റെ ഓഹരികൾ 2%-ലധികം ഉയർന്ന് 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 6,453.95 രൂപയിലെത്തിയത്. Q3 ഫലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറ്റാദായം
10.6% ഉയർന്ന് 1379 കോടി രൂപയായി. മുൻ വർഷം 1247 കോടി രൂപയായിരുന്നു. എബിഡ 1965.8 കോടി രൂപയിൽ നിന്ന് 7.4% ഉയർന്ന് 2110.7 കോടി രൂപയായി. QOQ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ എബിറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ 29.3% രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഡോക്ടർ റെഡ്ഡീസിന് 5900 കോടി രൂപയുടെ ഒരു നെറ്റ് ക്യാഷ് സർപ്ലസ് കൂടിയുണ്ട്. ഇത് ഒരു ഇൻഓർഗാനിക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് കമ്പനിക്ക് മുന്നിൽ നൽകുന്നതായിട്ട് ബ്രോക്കറേജ് ഫേമായ നുവാമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സിപ്ലയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സിപ്ല രേഖപ്പെടുത്തിയതനുസരിച്ച് കമ്പനിയുടെ വരുമാനം 13.66% വർദ്ധിച്ച് അതിന്റെ ലാഭം വർഷം തോറും 31.83% വർദ്ധിക്കുന്നുണ്ട്. ഏർണിംഗ്സ് പെർ ഷെയർ നോക്കിക്കഴിഞ്ഞാൽ 14.82 ആണ്. ഇത് വർഷം തോറും 49.38% വർധനവാണ് പ്രതിഫലിപ്പിക്കുന്നത്. അബൌട്ട് ഇന്ത്യ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വരുമാനം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 9.25% ഉയർന്ന് 2023-2024 Q3 1492.75 കോടി രൂപയായി. അറ്റാദായം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 25.99% ഉയർന്ന് 2023-2024 Q3 310.98 കോടി രൂപയുമായിരുന്നു. അറ്റാദായ മാർജിൻ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 15.33% ഉയർന്ന് 2023-2024 Q3 20.83%. ത്രൈമാസ വളർച്ചാ അടിസ്ഥാനത്തിൽ അബൌട്ട് ഇന്ത്യ ലിമിറ്റഡ് കഴിഞ്ഞ 3 മാസം മുതൽ അറ്റാദായ മാർജിനുകളിൽ 3.16% ഒരു കുതിപ്പ് സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിലവിലെ നിലവാരത്തിൽ വാങ്ങാനുള്ള അവസരങ്ങൾ നൽകുന്ന സ്റ്റോക്കുകൾ ഏതാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫാർമ പ്രതിമാസ സമയ ഫ്രെയിമുകളിൽ ഒരു ഓവർബോട്ട് ടെറിട്ടറിയിലാണെന്ന് പറയാം. റുപ്പീസിയിലെ ഡയറക്ടർ ആൻഡ് സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റ് ശീർഷം ഗുപ്ത പറയുന്നതനുസരിച്ച് 2020 മാർച്ചിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് 2021 ഒക്ടോബറിൽ ഉയർന്ന നിലവാരത്തിലേക്കുള്ള ഫിബൊനാച്ചി പ്രൊജക്ഷനിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള റീട്രേസ്മെന്റ് 100% ഒരു ഫിബ് പ്രൊജക്ഷൻ ലെവല് 20,000-ൽ എത്തുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ സൂചികയ്ക്ക് ഇപ്പോഴും മുകളിലേക്ക് നീങ്ങാനുള്ള ഒരു വ്യക്തമായ സാധ്യതയുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. കൂടാതെ ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല, ഔറോബിന്ദോ ഫാർമയൊക്കെ അബൌട്ട് ഇന്ത്യ എന്നിവ ഉൾപ്പെടെയുള്ള ആകർഷകമായ മൂല്യനിർണ്ണയവും ഗണ്യമായ നേട്ടവും വാഗ്ദാനം ചെയ്യുന്ന ഓഹരികൾ വാങ്ങുന്നത് നിക്ഷേപകർ പരിഗണിക്കണമെന്നും അനലിസ്റ്റ് വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തിലെ മികച്ച 100 ഫാർമ കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള 7 കമ്പനികളും വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. വരുമാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമ കമ്പനിയായ സൺ ഫാർമ, ഔറോബിന്ദോ ഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ്, ലൂപ്പിൻ, അബോട്ട് എന്നിവയെല്ലാം സൂചികയിൽ മിന്നും താരങ്ങളാണ് ഇപ്പോഴും. US FDA-യിൽ നിന്നുള്ള അംഗീകാരങ്ങളുടെ വർധനവ്, കുറഞ്ഞ കെമിക്കൽ വില, സ്ഥിരമായ ആഭ്യന്തര ഡിമാൻഡ് എന്നിവ കണക്കിലെടുത്ത് നിഫ്റ്റി ഫാർമ സൂചിക വിശാലമായ വിപണിയെ മറികടക്കുന്നത് തുടരുമെന്ന് ആക്സിസ് സെക്യൂരിറ്റീസിലെ PMS-ലെ പോർട്ട്ഫോളിയോ മാനേജർ നിഷിത് മാസ്റ്ററും പ്രതീക്ഷിക്കുന്നുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ വിൽപ്പന 8 മുതൽ 10% വളർച്ച പ്രതീക്ഷിക്കുന്നതായിട്ട് ഗ്ലോബൽ അനലിറ്റിക്കൽ റിസർച്ച് ആൻഡ് റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ അതിന്റെ വിശകലനത്തിൽ സൂചിപ്പിച്ചു. അതിനാൽ സ്ഥിരമായ ആഭ്യന്തര വിപുലീകരണവും നിയന്ത്രിത വിപണികളിലേക്കുള്ള വർദ്ധിച്ച കയറ്റുമതിയും ഈ വളർച്ചയെ നയിക്കുമെന്ന് അനലിസ്റ്റും രേഖപ്പെടുത്തുന്നു. JM ഫിനാൻഷ്യലിലെ ഡെറിവേറ്റീവ് റിസർച്ച് സീനിയർ വൈസ് പ്രസിഡന്റ് അക്ഷയ് ഭഗവതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നിഫ്റ്റി ഫാർമ നിലവിലെ ഒരു ഓൾ ടൈം ഹൈ ആണ്. സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല തുടങ്ങിയ തിരഞ്ഞെടുത്ത ഫാർമ പേരുകളിൽ ഹ്രസ്വകാല വ്യാപാരത്തിനായിട്ട് കൂടുതൽ മൊമെന്റം അടിസ്ഥാനമാക്കിയുള്ള ട്രേഡുകൾ പ്രതീക്ഷിക്കാം. ഹെൽത്ത് കെയർ സ്പേസ് സ്റ്റോക്സുകളിലും അദ്ദേഹം ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് കാണുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽ, ലാൽപാത്ത് ലാബ്, ഇപ്ക ലാബ് എന്നിവയാണ് അനലിസ്റ്റിന്റെ ബൈ റെക്കമെൻഡേഷൻസ് കിട്ടിയിരിക്കുന്ന ഓഹരികൾ. കൂടാതെ അനലിസ്റ്റ് പറയുന്ന അനുസരിച്ച് സൺ ഫാർമ ഒരു സ്ട്രോങ് അപ് ട്രെൻഡ് ട്രേഡിംഗ് പാതയിലാണുള്ളത്. ഒരു ചെറിയ കറക്ഷന് ശേഷം റേറ്റ് 1500 മുതൽ 1510 ഏരിയയിൽ നിന്ന് ഡിമാൻഡ് കാണിക്കുന്നുണ്ട്. ഇതൊരു ഷോർട്ട് ടേം അപ് ട്രെൻഡ് സെറ്റപ്പ് ചെയ്യുന്നത് വ്യക്തമാക്കുന്നു. ബയോകോൺ, ഡോക്ടർ റെഡ്ഡീസ്, ഗ്രാനൂൾസ്, നാറ്റ്കോ ഫാർമ, ഫൈസർ എന്നിവ മറ്റ് ടെക്നിക്കൽ അനാലിസിസിനെയും അടിസ്ഥാനമാക്കി ഒരു ബൈ റെക്കമെൻഡേഷൻസ് തന്നെയാണ് സൂചന നൽകുന്നത്. ഇതെല്ലാം നിഫ്റ്റി ഫാർമ സ്റ്റോക്കുകളിൽ ഉൾപ്പെടുന്നതായിട്ടും അനലിസ്റ്റ് വ്യക്തമാക്കി. ഇനി ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഗവൺമെന്റ് എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നു എന്ന് ശ്രദ്ധിച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് 500 കോടി രൂപയാണ് ഫാർമ സെക്ടറിനായിട്ട് വകയിരുത്തിയിരിക്കുന്നത്. നിരവധി പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിന്റെ പ്രോത്സാഹനത്തിനായിട്ട് ഫാർമസ്യൂട്ടിക്കൽ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് സ്കീം അവതരിപ്പിച്ചു. ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജി അപ്ഗ്രഡേഷൻ അസിസ്റ്റൻസ് സ്കീമിന് കീഴിലുള്ള ഒരു ഉപപദ്ധതിയായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്.
ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തെ ശക്തിപ്പെടുത്താൻ സ്ട്രെറ്റനിങ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി 2022 ജൂലൈയിൽ ആരംഭിച്ചത്. ഇത് WHO GMP നിലവാരം കൈവരിക്കുന്നതിന് സഹായിക്കുന്നു. ആഗോളതലത്തിൽ ഇത് കമ്പനികൾക്ക് ഒരു ബ്രാൻഡ് നെയിം ബിൽഡ് ചെയ്യാനും മെച്ചപ്പെടുത്താനും പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് ആഗോള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഈ സ്റ്റോക്കുകളെ എത്തിക്കാനുമായിട്ട് സാധിക്കുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണിത്. ചുരുക്കത്തിൽ അടുത്തൊരു 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഫാർമ സെക്ടറിന്റെ മുന്നേറ്റം 12 മുതൽ 15% വരെ വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഉൽപ്പന്ന പോർട്ട്ഫോളിയോയെ നയിക്കാനുള്ള ഇന്ത്യൻ ഫാർമ കമ്പനികളുടെ കഴിവ് ഭാവിയിലെ ആഗോള ആഭ്യന്തര വിൽപ്പന വളർച്ചയിലും ഒരു പങ്ക് വഹിക്കുമെന്നും അനലിസ്റ്റുമാർ അഭിപ്രായപ്പെടുന്നു. അമേരിക്കയിലും യൂറോപ്പിലും ഇപ്പോൾ ചൈനയിൽ പോലും ജനറിക് മരുന്നുകളുടെ വേഗതയിലുള്ള ആമുഖം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ സ്കെയിലിൽ എത്തിച്ച് ഫാർമ കമ്പനികൾ വിപണിയിൽ ഇന്ത്യയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. സർക്കാർ പിന്തുണയോടെ ഒരു നെറ്റ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് കയറ്റുമതിക്കാരാകാനും ഇന്ത്യക്ക് വളരെയധികം സാധ്യതയുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക സർവേ 2023-24 അനുസരിച്ച് ഫാർമ വ്യവസായം 2025ഓടെ മൂല്യത്തിൽ $90 ബില്യൺ, 2030ഓടെ $145 ബില്യൺ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇന്ത്യൻ ഫാർമ സെക്ടറിൽ നിലകൊള്ളുന്ന കമ്പനികളിലെ നിക്ഷേപകർക്കും വളരെയധികം ഒരു പോസിറ്റീവായ ഒരു വാർത്തയാണ്.